السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ജപ്തി, ഹജ്ർ, ജപ്തിയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമമാണ് ഈ പാഠത്തിൽ പറയുന്നത്. കടം കൊണ്ട് വലഞ്ഞവനെ ജപ്തി ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ഭ്രാന്ത് ഉള്ള ഒരാളുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല, അതും ജപ്തി ചെയ്യും. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെയും അവരെ സമ്പത്ത് ജപ്തി ചെയ്യപ്പെടും. ജപ്തി ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാൽ അത് വിൽക്കാനോ വാങ്ങാനോ ഒന്നും പറ്റില്ല. യഹ്ജറു ബി ജുനൂനിൻ, ഭ്രാന്ത് കാരണമായി ജപ്തി ചെയ്യപ്പെടും. ഹജ്ർ എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ്. ഹിജ്ർ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നൊക്കെ അർത്ഥമുണ്ട്. ഹജ്ർ എന്ന് പറഞ്ഞാൽ കല്ല് എന്നാണ്. ഇത് ഹജ്റാണ്, ജപ്തി. ഇലാ ഇഫാഖത്തിൻ, ഭ്രാന്ത് സുഖപ്പെടുന്നത് വരെ. അഫാഖ യുഫീഖു ഇഫാഖത്തൻ. വസ്രിബൻ, ശൈശവം കൊണ്ടും ജപ്തി ചെയ്യപ്പെടും. ഇലാ ബുലൂഖിൻ, പ്രായപൂർത്തിയാകുന്നത് വരെ. എങ്ങനെയാണ് പ്രായപൂർത്തിയാവല്? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 15 വയസ്സ് പൂർത്തിയാവുക, അറബി മാസം പ്രകാരം 15 വയസ്സ് പൂർത്തിയാവുക, അല്ലെങ്കിൽ ശുക്ലം പുറപ്പെടുക, മനീയ പുറപ്പെടുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദ് ഉണ്ടാവുക 9 വയസ്സ് മുതൽ അതിനുള്ള സാധ്യതയുണ്ട്. ബി കമാലി 15 സനത്തൻ ഖമരിയ, ഖമരിയായ 15 വർഷം പൂർത്തിയാവൽ കൊണ്ട്. തഹദീദൻ, കൃത്യമായിട്ട്, ഒരു ദിവസം കുറയരുത്, കൃത്യമായിട്ട്. അറബി മാസം, അതിനാ ഖമരിയ എന്ന് പറഞ്ഞാൽ ചന്ദ്രവർഷം. മറ്റേ ഷംസിയ സൂര്യവർഷമാണ്, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നൊക്കെ പറയുന്നത്. അതങ്ങനെ കിട്ടുക ബി ഷഹാദത്തി ആദിലൈനി, 2 നീതിമാന്മാർ സാക്ഷ്യം വഹിക്കൽ കൊണ്ട്. ഖബീറൈനി, കാര്യത്തെക്കുറിച്ച് നന്നായി അറിയുന്ന ഖബീർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഖുറൂജ് മനിയിൻ ഔ ഹൈദിൻ, മനിയ പുറപ്പെടൽ കൊണ്ടോ അല്ലെങ്കിൽ ഹൈദ് കൊണ്ടോ ഒക്കെ. ഹൈദ് പുറപ്പെടൽ കൊണ്ടോ. ഇംകാനുഹുമ, മനിയ പുറപ്പെടാനും ഹൈദ് പുറപ്പെടാനുമുള്ള സാധ്യതയുടെ സമയം കമാലു 9 സിനീൻ, അറബി വർഷപ്രകാരം, ചന്ദ്രവർഷപ്രകാരം 9 വയസ്സ് പൂർത്തിയാവലാണ്. മുമ്പ് ഹൈദിൻ്റെ പാഠത്ത് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, 9 വയസ്സിന് ഒരു 16 ദിവസം കുറഞ്ഞാലും അത് ഹൈദ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 വയസ്സ് പൂർത്തിയായി എന്നുള്ളതിന് 2 സാക്ഷികൾ വേണം. ഹൈദ് ഉണ്ടായിട്ടുണ്ട്, മനിയ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് സാക്ഷികളെ വെക്കാൻ പറ്റില്ല. അപ്പോൾ അവർ വാദിച്ചാൽ സ്വീകരിക്കപ്പെടും. യുസദ്ദഖു മുദ്ദഇ ബുലൂഗിൻ, പ്രായപൂർത്തിയായിട്ടുണ്ട് എന്ന് വാദിച്ചവൻ്റെ വാദം സ്വീകരിക്കപ്പെടും. ബിംനായിൻ, മനിയ പുറപ്പെട്ടുകൊണ്ടോ ഔ ഹൈദിൻ, ഹൈദ് കൊണ്ടോ. ഇംനാ എന്നാണ് മനിയ പുറപ്പെടുക. അത് അവർ പറയുന്നതിനെയാണ് നമ്മൾ അംഗീകരിക്കുക, അല്ലാതെ വേറെ പരിശോധിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ വാദിക്കുന്നവരെ വാസ്തവമാക്കപ്പെടും. ബലോഫി ഹുസൂമത്തിൻ, തർക്കങ്ങളിൽ പോലും, ആയിട്ടുണ്ട് ആയിട്ടില്ല എന്ന തർക്കങ്ങളിൽ പോലും നമുക്ക് സാക്ഷികൾ ആവശ്യമില്ല. ബിലായമീൻ, അവരെ സത്യം ചെയ്യിപ്പിക്കേണ്ടതുമില്ല. എന്തുകൊണ്ട്? ഇത് കാരണം ലാ യുറഫു, ഈ പ്രായപൂർത്തി അറിയപ്പെടുകയില്ലല്ലോ, ഇല്ലാ മിൻഹു, അത് വാദിച്ച ആളിൽ നിന്നല്ലാതെ. അത് വാദിച്ച ആൾ പറയുന്നതല്ലാതെ വേറെ എന്താ ഇപ്പോൾ സ്വീകരിക്കാൻ? അപ്പോൾ കോടതിയിൽ സാധാരണ സാക്ഷികൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ സത്യം ചെയ്യണം എന്നൊക്കെ നിയമമുണ്ട്. ആ നിയമമൊന്നും ഇവിടെയില്ല. ഇതൊക്കെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള വിധിയാണ്. കാഫിർ ഒരു കുട്ടിയാണ്, അതിന് പ്രായപൂർത്തിയായിട്ടുണ്ടോ അല്ലെങ്കിൽ സ്ത്രീക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടോ എന്നറിയാനുള്ള മാർഗം എന്താ?
അത് ഗുഹ്യരോമം മുളക്കലാണ്. ആനത്ത് എന്നാണല്ലോ അതിന് പറയാം. അപ്പോൾ അതാണ്. വനബത്തുൽ ആനത്തിൽ ഹഷീനത്തി, കട്ടിയുള്ള ആനത്ത് മുളക്കുന്നത്. ബിഹൈസു തഹ്താജു ഇലൽ ഹൽഖി, അത് നീക്കം ചെയ്യുന്നതിന് ആവശ്യമാകുന്ന വിധത്തിൽ കട്ടിയുള്ള ആനത്ത് മുളക്കുന്നത്, വളരുന്നത്. ഫി ഹക്കി കാഫിരിൻ ദക്കരിൻ ഔൻസ, ആണോ പെണ്ണോ ആയ കാഫിറിൻ്റെ ഹക്കിൽ ഇങ്ങനെ ആനത്ത് രോമം, ഗുഹ്യരോമം മുളക്കുന്നത്. നബത്തു മൂത്തയാണ്. ഖബ്റുദ അമാറത്തു, അടയാളമാണ്. അലാബുലൂഹി, അവൻ പ്രായപൂർത്തിയായി എന്ന്. ബിസിന്നി, വയസ്സുകൊണ്ടോ, അവില്ലെ തിലാമി, അല്ലെങ്കിൽ ഇന്ദ്രിയം പുറപ്പെടുന്നത് കൊണ്ടോ. നബത്തുലാനത്തിൽ ഖഷീനത്തി, കട്ടിയുള്ള ഗുഹ്യരോമം മുളക്കുന്നത്. ഏത് വിധത്തിൽ? ബിഹൈസു തഹ്താജു, ആയത്ത് ആവശ്യമാകുന്ന വിധത്തിൽ. ഇലൽ ഹൽഖി, അത് ഷേവ് ചെയ്യാൻ ആവശ്യമാകുന്ന വിധത്തിൽ. കാഫിറിൻ്റെ ഹക്കിൽ അമാറത്തുൻ എന്ന് പറഞ്ഞാൽ അലാമത്തുൻ, അടയാളമാണ്. അലാബുലൂഹി, പ്രായപൂർത്തിയായിട്ടുണ്ട് എന്നതിന്. ബിസ്നി, വയസ്സുകൊണ്ടോ, ബിൽ ഹിത്രാമി, അല്ലെങ്കിൽ ഇന്ദ്രിയം പുറപ്പെട്ടുകൊണ്ടോ. അതുപോലെ മിസ്ലുഹു വലതുമൻ ജുഹില ഇസ്ലാമുഹു, മുസ്ലിമായിട്ടുണ്ടോ എന്ന് അറിയപ്പെടാത്ത ഒരു വ്യക്തിയുടെ കുട്ടിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഒരാളെ മകനാണ്, അയാൾ മുസ്ലിമാണെങ്കിൽ അയാളെ കുട്ടി മുസ്ലിമായിരിക്കും. പക്ഷെ അയാൾ മുസ്ലിമാണോ എന്ന് അറിയില്ല, അത് മനസ്സിലാക്കാൻ മാർഗമില്ല. അയാളെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രായപൂർത്തിയായിട്ടുണ്ടോ എന്നറിയാൻ ഇത് അടയാളമാക്കും. അതുപോലെ തന്നെയാണ് വലതുമൻ ഒരുത്തൻ്റെ കുട്ടി ജുഹില ഇസ്ലാമു, അയാൾ ഇസ്ലാം അജ്ഞാതമാണ്. ലാമനുദിമ മൻ യാരിഫു സിന്നുഹു, വയസ്സ് അറിയുന്ന ആരുമില്ലാത്ത വ്യക്തിയുടെ കാര്യം അതുപോലെയല്ല. ലാമൻ ഒരുത്തൻ്റെ കാര്യമല്ല. ഒദിമ ഇല്ല, മൻ ഒരുത്തൻ യാരിഫു സിന്നുഹു, വയസ്സറിയുന്ന ഒരാളില്ല. അങ്ങനത്തെ ഒരാളെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ആനത്ത് തെളിവായിട്ട് പിടിക്കാൻ പറ്റില്ല. അതിന് സാക്ഷികൾ തന്നെ വേണം. അല്ല വജഹി പ്രബലമായ പ്രായത്തിൽ. ഇത് കാഫിറിൻ്റെ ഹക്കിലാണ് അടയാളമാവുക എന്ന് പറഞ്ഞു. വക്കീല പറയപ്പെടുക്കൂന ആലാമന്തും യക്കിൽ മുസ്ലിം എഴുതൻ, മുസ്ലിമിൻ്റെ ഹക്കിലും അത് അടയാളമാക്കാം എന്നൊരഭിപ്രായം ഉണ്ട്. ഇത് ഗുഹ്യരോമത്തിന് മാത്രമല്ല, അക്ഷരോമത്തിനും ഈ വിധിയുണ്ട് കേട്ടോ. വലഹക്കു, അവർ കൂട്ടിച്ചേർത്തിരിക്കുന്നു ബിൽ ആനത്തി, ആനത്തിനോട് അശ്ശറൽ ഖഷീന ഫിൽ ഇബത്തി, കക്ഷത്തിലുള്ള കട്ടിയുള്ള രോമം. ഹഷീനത്ത് എന്ന് പറഞ്ഞാൽ ഒരമുള്ള നേർമയല്ലാത്ത രോമവും ആനത്തിനോട് അവർ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജപ്തി ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അല്ലേ, കുട്ടീൻ്റെ സ്വത്ത് കൈകാര്യങ്ങൾ ചെയ്യാനൊന്നും പാടില്ല, കുട്ടിക്ക് കൊടുക്കാനും പാടില്ല. അങ്ങനെയൊക്കെയാണ് ജപ്തി ചെയ്യപ്പെട്ട സ്വത്തിന് ചില നിയന്ത്രണങ്ങളുണ്ട് എന്നർത്ഥം. ആ നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്തത്, അപ്പോൾ കുട്ടിക്ക് പ്രായപൂർത്തിയായാൽ ആ സ്വത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് അടുത്ത ചോദ്യം. അതെ, കൊടുക്കാം. പക്ഷേ കുട്ടി റഷീദാകണം. കുട്ടി പ്രായപൂർത്തിയായാൽ മാത്രം പോരാ, റഷീദാണോ എന്ന് നമുക്ക് ബോധ്യപ്പെടണം. റഷീദാകുന്നത് എങ്ങനെയാണ്? സാമ്പത്തിക കാര്യത്തിലും മതകാര്യത്തിലും ഒരു നന്മ കാണുക എന്നതാണ്. ഹറാമൊന്നും ചെയ്യാതിരിക്കുക, നീതിയെ ബാത്തിലാക്കുന്ന, നീതി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അദാലത്ത്, അതില്, ഈ അതിലിനെ നഷ്ടപ്പെടുത്തുന്ന, ഈ കോടതിയിലൊക്കെ സാക്ഷ്യം പറയണമെങ്കിലും മറ്റുമൊക്കെ നീതിമാനാവണമല്ലോ. അപ്പോൾ അതിലിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു കുഴപ്പമൊന്നും ആ കുട്ടിയിലില്ലാതിരിക്കുക, അല്ലെങ്കിൽ ആ ഭ്രാന്തനില്ലാതിരിക്കുക, ആ കുട്ടിയിലില്ലാതിരിക്കുക. അതുപോലെ അതാണ് ദീനിൽ നന്മ എന്ന് പറയുന്നത്. സമ്പത്തിൽ നന്മ എന്ന് പറയുന്നത് സമ്പത്ത് പാഴാക്കാതിരിക്കുക. ഇതാണ്
അതായത് കച്ചവട ഇടപാടുകളിലൊക്കെ വലിയ നഷ്ടം വരുത്തിക്കൊണ്ട് ഇടപാട് നടത്തിയാൽ ആ കുട്ടിക്ക് സാമ്പത്തികമായിട്ട് പക്വത വന്നിട്ടില്ല എന്നർത്ഥം. റഷീദായ എന്ന് പറഞ്ഞാൽ പക്വമതിയാവുക, മതപരമായിട്ടും ധാർമ്മികമായിട്ടും സാമ്പത്തികമായിട്ടും പക്വമതിയാവുക എന്നുള്ളതാണ്. ഹറാമായ കാര്യത്തിൽ ചെലവഴിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ കുട്ടിക്ക് പക്വതയായിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സ്വത്ത് കൊടുക്കാനും പാടില്ല എന്നാണ്. നോക്കൂ, വൈദാ ബലഗ സ്വബിയു റഷീദൻ, കുട്ടി പക്വമതിയായി പ്രായപൂർത്തിയായാൽ ഉഅ്തിയ മാലുഹു, അവൻ്റെ സ്വത്ത് അവന് കൊടുക്കും. വറുഷ്തു, പക്വത എന്ന് പറയുന്നത്, വ്യക്തിത്വം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വലാഹുദ്ദീനി വൽ മാലി, മതപരമായും സാമ്പത്തികമായും നന്മ കൈവരിക്കുക എന്നതാണ്. അതെങ്ങനെ? മതപരമായിട്ട് എങ്ങനെ നന്മ കൈവരിക്കുക? ബിഅല്ലാ യഫ്അല മുഹറമൻ, ഹറാമായ കാര്യം ചെയ്യാതിരിക്കുക. യുബ്തിലു അദാലത്തൻ, നീതിയെ ബാത്തിലാക്കുന്ന ഹറാമായ കാര്യം ചെയ്യാതിരിക്കുക. അതെങ്ങനെയാണ് ഒരാളെ നീതി നഷ്ടപ്പെടുക? ശരിക്കും മനസ്സിലാക്കണം. ആദിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. ആദിൽ എന്നൊക്കെ പറയില്ലേ, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ നീതിമാനാകണം എന്നൊക്കെ പറയില്ലേ. എന്താ ആദിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആദിലിനെ ബാത്തിലാക്കുന്ന കാര്യം എന്താണ്? പിന്നെ ഇർത്തിക്കാബിക്ക് ഭേദത്തിന് ഒരു വൻദോഷം പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ആ ഇസ്റാറുൻ അലാ സഗീറ, ചെറുദോഷം പതിവായി ചെയ്യുക. ഇസ്റാർ മഅ അദമി ഗലബത്തി ത്വാഅതിഹി മആസിയഹു, അവൻ്റെ ആരാധനകൾ തെറ്റുകുറ്റങ്ങളെക്കാൾ വർദ്ധിക്കാതിരിക്കലോടുകൂടെ ചെറുദോഷം ചെയ്യാം. ചെറുദോഷം പതിവാക്കുക. ചെറുദോഷം പതിവാക്കൽ മാത്രമല്ല, പിന്നെ അയാളെ നന്മകൾ തിന്മകളേക്കാൾ കൂടുതലല്ല താനും. ആ ചെറുദോഷം ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നന്മകൾ തിന്മകളേക്കാൾ കൂടുതലുണ്ടെങ്കിൽ പിന്നെ അത് പുറത്ത് കിട്ടു പോകും. അപ്പോൾ നമ്മളൊക്കെ താഴത്ത് കുറവും മാസിയത്ത് കൂടുതലുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ മാസിയത്ത് കൂടുതലും താഴത്ത് കുറവുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അദമി ഗലബത്തി താഅത്തിഹി, അള്ളാഹു താലാക്കുള്ള വഴിപ്പെടൽ കൂടുതലാവാതിരിക്കലോടുകൂടെ, എന്തിനേക്കാൾ? മാസിയഹു, അവൻ്റെ തെറ്റുകളേക്കാൾ. ഇതാണ് നീതിബോധത്തെ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. മറ്റൊന്ന് മതപരമായിട്ടുള്ള പക്വതയെ പറയുന്നത്. ഇനി സാമ്പത്തികമായിട്ട് അബിയല്ലാഹി ബദ്ദിറ, അവൻ ധൂർത്ത് കാണിക്കാതിരിക്കുക, അമിത ചെലവ് നടത്താതിരിക്കുക. തബ്ദീർ, ധൂർത്ത്. എങ്ങനെ ധൂർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് ലയ്യിൽ മാലി, സമ്പത്തിനെ പാഴാക്കിക്കൊണ്ട്. ലയ്യ, പാഴാക്കി. എങ്ങനെ പാഴാക്കി? ബിഹത്തിമാലി ഹബിനിൻ ഫാഹിഷിൻ, ഒരു വലിയ നഷ്ടം സഹിച്ചുകൊണ്ട്, വലിയ നഷ്ടം സഹിച്ചുകൊണ്ട്. ഫിൽ മുആമലത്തി, ഇടപാടുകളിൽ. അങ്ങനെ പ്രായപൂർത്തിയായ ശേഷം ഇടപാടുകളൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. അപ്പോൾ 10 രൂപയ്ക്ക് കിട്ടേണ്ട സാധനം 20 റുപ്യക്കൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 15 റുപ്യക്കൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അവന് പൈസ കൈ കൊടുക്കാനായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. കാരണം അവൻ ഇടപാടിൽ വലിയ നഷ്ടം സഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് വഇൻഫാഖിഹി, ആ സ്വത്ത് ചിലവഴിക്കുക. വലോ ഫൽസൻ, ഒരു പൈസ പോലും. ഫി മുഹറമിൻ, ഹറാമായ കാര്യങ്ങൾ ചിലവഴിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ 1, 2, 3 വട്ടമൊക്കെ നമ്മൾ പൈസ കൊടുത്തു നോക്കുക, എന്നിട്ട് എങ്ങനെ ചിലവാക്കണമെന്ന് നോക്കുക. അപ്പോൾ കള്ളുടിക്കാൻ അല്ലെങ്കിൽ വേണ്ടാത്തരത്തിനൊക്കെ ചിലവാക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജപ്തി തുടരും. അപ്പോൾ അമ്മ സർവൂഫി സ്വതക്കത്തി, സ്വതക്കയിൽ സമ്പത്ത് ചിലവഴിക്കുന്നതും വജൂൽ ഖൈരി, ഖൈറിൻ്റെ മാർഗത്തിലും, വൽ മത്തായിമി, ഭക്ഷണങ്ങൾ, വൽ മലാബിസി, വസ്ത്രങ്ങൾ, വൽ ഹദായ, സമ്മാനങ്ങൾ, അല്ലത്തീല തലീഖു ബിഹി, അവനോട് യോജിക്കാത്ത വിധത്തിലുള്ള സമ്മാനം. 500 കൊടുക്കേണ്ടടുത്ത് 1000 സമ്മാനം കൊടുക്കുക. അത് തബ്ദീരിൻ, അത് ധൂർത്ത് എന്ന് പറയില്ല. അത് ഹറാമിലല്ലല്ലോ, അത് തബ്ദീറല്ല. കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഒന്നിക്കാൻ ആഖിറത്ത് കൂലി കിട്ടണമെന്ന്, എനിക്ക് ദുനിയാവിൽ ഒരു സുഖം കിട്ടണം എന്നുള്ളത്. ഓക്കെ, ശരി. ഒന്നുകൂടെ അർത്ഥം വെക്കുകയാണ്, ശ്രദ്ധിക്കുക. യുഹ്ജറു ബി ജുനൂനിൻ, ഭ്രാന്ത് കാരണമായിട്ട് ജപ്തി ചെയ്യപ്പെടും. ഇലാ ഇഫാഖത്തിൻ, ഭ്രാന്ത് സുഖപ്പെടുന്നത് വരെ. വസിബൻ, ശൈശവം കൊണ്ടും ജപ്തി ചെയ്യപ്പെടും. ഇലാ ബലൂഗിൻ, പ്രായപൂർത്തിയാവുന്നത് വരെ. ബി കമാലി, എങ്ങനെ പ്രായപൂർത്തിയാവുക എന്നൊരു ചോദ്യം. അതിന് മറുപടി ബി കമാലി 15 സനതൻ ഖമരിയത്തൻ, 15 വയസ്സ് പൂർത്തിയാകൊണ്ട്. തഹദീദൻ, കൃത്യമായി കിട്ടണം, കുറയാൻ പാടില്ല. തഹദീദൻ, സമ്പൂർണ്ണമായിട്ട്. അതെങ്ങനെയാണ് കിട്ടുക? 15 വയസ്സ് പൂർത്തിയായി എന്ന് അത് അവൻ പറഞ്ഞാൽ പോരാ. ബി ഷഹാദത്തി അദിലൈനി ഖബിറൈനി, ഉള്ളുകള്ളി അറിയുന്ന
2 നീതിമാന്മാർ സാക്ഷ്യം വഹിക്കൽ കൊണ്ട്. നീതിമാനാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഷം വരുന്നുണ്ട്. വൻദോഷം ചെയ്താൽ നീതി നഷ്ടപ്പെട്ടു, ചെറുദോഷം ചെയ്തു അത് പതിവാക്കി ചെയ്തു, നന്മകളാണെങ്കിൽ കുറവാണ്, അതും നീതി നഷ്ടപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ഔ ഹുറൂജ് മനിയൻ ഔ ഹയദിൻ, അയാളോ മനിയോ പുറപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇംകാനുഹും അത് രണ്ടിൻ്റെയും സാധ്യത കമാലു 9 വയസ്സ് പൂർത്തിയാവലാണ്. വൈസദ്ദഖ മുദ്ദഈ ബുലൂഗിൻ ബി ഇംനാഇൻ ഔ ഹയദിൻ, മനി പുറപ്പെടൽ കൊണ്ടോ ഹയദ് കൊണ്ടോ പ്രായപൂർത്തിയായി എന്ന് വാദിച്ച ആളുടെ വാദം സ്വീകരിക്കപ്പെടും. വലൂഫി ഖുസൂമത്തിൻ, അത് തർക്കത്തിലാണെങ്കിൽ പോലും, ഒരു കേസിലാണെങ്കിൽ പോലും ബിലായമീൻ, സത്യം ചെയ്യപ്പെടാതെ തന്നെ സ്വീകരിക്കപ്പെടും. ഇതിലായി ഉറഫ്, കാരണം അത് അറിയില്ലല്ലോ, ഇല്ലാമിനുഹു, അത് വാദിക്കുന്ന വ്യക്തിയിൽ നിന്നല്ലാതെ പ്രായപൂർത്തി അറിയാൻ പറ്റില്ലല്ലോ. വനബത്തുൽ ആനത്തിൽ ഹസനത്തി, ഉരമുള്ള ഗുഹ്യരോമം മുളക്കൽ, ഏത് വിധത്തിൽ? ബിഹൈസു തഹ്താജുൽ ഹലക്കി, വടിച്ചു കളയാൻ ആവശ്യമാകുന്ന വിധത്തിൽ. ഫി ഹക്കി കാഫിനും ദക്രിൻ ആണോ പെണ്ണോ ആയ കാഫിറിൻ്റെ ഹക്കിൽ അത് മുളക്കലാണ്. അമാറത്തുൻ, അടയാളമാണ്. അലാ ബുലൂഗിഹി ബിസ്സിന്നി അവിൽ ഹിത്തിലാമി, വയസ്സുകൊണ്ടോ മനിയെ പുറപ്പെട്ടുകൊണ്ടോ പ്രായപൂർത്തിയായിട്ടുണ്ട് എന്നതിന് അടയാളമാണ്. മിസ്ലി, അതുപോലെ തന്നെ വലതുമൻ ജുഹില ഇസ്ലാമുഹു, മുസ്ലിമാണോ എന്നറിയപ്പെടാത്ത വ്യക്തിയുടെ സന്തതിയും ഇവർക്ക് ഇത് അടയാളമായി കൂട്ടും. ആർക്കല്ല? ലാമൻ ഉദിമൻ യാരിഫ് സിനു, വയസ്സറിയുന്ന ഒരാളും ഇല്ലാതെയാക്കിയ കുട്ടിയുടെ കാര്യത്തിലല്ല, ലാമൻ ഒരുത്തൻ്റെ കാര്യത്തിലല്ല, ഒരു കുട്ടിയുടെ കാര്യത്തിലല്ല. ഉദിമ ഇല്ല മൻ ഒരുത്തൻ യാരിഫ് സിനു, വയസ്സറിയുന്ന ഒരാളെ, അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം? മനി പുറപ്പെടുക, അതുണ്ടാവുകയൊക്കെ വേണം. ലൗജ് പ്രബലമായ പ്രായത്തിൽ. യക്ഫി ഒരഭിപ്രായമുണ്ട്. യക്കൂൻ അലാമത്തൻ, അത് അടയാളമാകും, യാനത്ത് മുളക്കൽ അടയാളമാകും മുസ്ലിമിൻ്റെ ഹക്കിലും ഏതാൻ കാഫിറിൻ്റെ ഹക്കിൽ പോലെ തന്നെ. വൽഹഖുബിൽ ആനത്തിയ ഷാറൽ ഹസിന ഫിലിബത്തി, കക്ഷത്തിലുള്ള ഉരമുള്ള രോമത്തെയും ആനത്തിനോട് പണ്ഡിതന്മാർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനും അതേ ഹുക്കമാണ്. ഇനി വൈദാ ബലഹസബിയു റഷീദൻ, കുട്ടി റഷീദായിട്ട് പ്രായപൂർത്തിയായാൽ എത്തിയ മാലുക, അവൻ്റെ സമ്പത്ത് അവനെ ഏൽപ്പിച്ചു കൊടുക്കണം. റഷീദാകുക എന്ന് പറഞ്ഞത് അവർ റുഷ്തു സ്വലാഹുദ്ദീനി വൽ മാലി, ദീനും ദുന്യാവ് നന്നാവുക എന്നുള്ളതാണ്. അതെങ്ങനെ? ഹറമൻ, ഹറാമായ കാര്യം ചെയ്യാതിരിക്കുക. ഏത് ഹറാമ്? ശ്രദ്ധിക്കണം. യുബുത്തിരു അദാലത്തൻ, അവൻ്റെ നീതിയെ ബാത്തിലാക്കുന്ന, അങ്ങനെയാണത്. നിർത്തിക്കാമിക്ക വരുത്തി മന്ദോഷം ചെയ്യുക. ഔ സ്വറാരിൻ അലാസഹ, അല്ലെങ്കിൽ ചെറുദോഷം പതിവായി ചെയ്യുക. ഏതോട് കൂടെ പതിവാക്കുക? അദമി ഗലബത്തി ത്വാഅതിഹി മാസിയഹു, അവൻ്റെ താഴത്തുകൾ മാസിയത്തുകളേക്കാൾ കൂടുതലാവാതിരിക്കലോടുകൂടെ. താഴത്ത് മാസിയത്ത് അബിയല്ല ഇബദിറ, അവൻ ദൂർത്ത് കാണിക്കാതിരിക്കൽ കൊണ്ട് മിത്തതിയയിൽ മാറി സമ്പത്ത് പാഴാക്കിക്കൊണ്ട്. എങ്ങനെയാണത്? ബി എത്തിമാലി ഖബനിൻ ഫാഹിഷിൻ, വലിയ നഷ്ടം സഹിച്ചുകൊണ്ട്. ഫിൽ മുആമലാത്തി, ഇടപാടുകളിൽ. വഇൻഫാഖിഹി, അതിനെ ചെലവാക്കിയിട്ടും. ഒരു ഫൽസൻ, 1 റുപ്യയാണെങ്കിൽ പോലും ഫീ മുഹറമിൻ, ഹറാമായ കാര്യത്തിൽ. അപ്പോൾ അവർക്കെന്തില്ല? സാമ്പത്തിക പക്വതല്ല എന്നർത്ഥം. വാമാ സ്വറഫു, അപ്പോൾ സമ്പത്ത് വിനിയോഗിക്കൽ ഫി സ്വതക്കയിലും നന്മയുടെ മാർഗത്തിലും. വൽ മത്തായ്മി വൽ മലാബിസി, മത്താമ് മൽബസ്, വസ്ത്രഭക്ഷണം, വൽ ഹദായ, സമ്മാനങ്ങൾ. അല്ലത്തിലാ തരീഖു ബിഹി, അവനോട് യോജിക്കാത്ത വിധത്തിൽ ഉള്ള സമ്മാനങ്ങളിലൊക്കെ ചിലവഴിക്കൽ. അതുപോലെ അവന് യോജിക്കാത്ത ഭക്ഷണം, ആട് ബിരിയാണി, സ്വതക്ക 100 റുപ്യ കൊടുത്ത് 1000 കൊടുക്കുക, ഈ വിധത്തിലൊക്കെ ചിലവഴിക്കൽ. ഫലൈസ ബി തബ്ദീരിൻ, അതിന് ഇസ്ലാമികമായ ദൂർത്ത് എന്ന് പറയില്ല. അതുകൊണ്ട് നീതി ഒന്നും നഷ്ടപ്പെടുകയില്ല. അങ്ങനത്തെ ആൾക്കാർക്കും ജപ്തി ചെയ്യപ്പെട്ട ആൾ പ്രായപൂർത്തിയാൽ സമ്പത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി പ്രായപൂർത്തിയാകുന്നതോടുകൂടെ അല്ലെങ്കിൽ ഭ്രാന്ത് സുഖപ്പെടുന്നതോടുകൂടെ ഒരാളോട് ബന്ധിക്കുന്ന മറ്റ് ചില വിധികളെക്കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.